വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. അങ്ങനെ നമ്മൾ ഓണം സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഓണം കളക്ഷൻസ് അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ സെറ്റ് മുണ്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തതിൽ കുറച്ച് കളേഴ്സും കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കളർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കളറാണ്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ, നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല കസവിന് ഇതൊരു റയർ കോമ്പിനേഷനാണ്. ഇങ്ങനെ പിങ്ക് ഒന്നും അങ്ങനെ കസവിൽ അത്ര ഒരു റിച്ച് കസവായിട്ടൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഒരു സെറ്റുമുണ്ട്. ഇതാണ് ആ ഒരു കളർ കോമ്പിനേഷൻ. പിന്നെ ബേബി പിങ്ക് ആൻഡ് ഒരു എന്താണ് ഒരു ഒലീവ് ഗ്രീൻ ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടോ, ഈ ബേബി പിങ്ക് തന്നെ ബ്രൊക്കേഡ് ബ്ലൗസ് ഒക്കെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഗ്രീൻ ഇട്ടേക്കണം, അതുപോലെ ഗ്രീനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പിങ്ക് ഇതിൻ്റെ ഇടയിൽ പോകുന്നത് കൊണ്ട് ഗ്രീൻ ബ്ലൗസ് എനിക്ക് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് ഇതുപോലെ മൈക്രോ ചെക്കാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ട ഒരു ടിഷ്യൂ സെറ്റും കൊണ്ടാണോ എന്ന് ഡൗട്ട് തോന്നും. പക്ഷേ ഇത് കോട്ടൺ ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ്. ഇത് നമുക്കിങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ്, വളരെ സോഫ്റ്റ് ആണ്. അതായത് മുള്ളോത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ. കാണാൻ ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം ബുക്ക് ചെയ്യുവാണ്, കാരണം ഓണം ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. അപ്പോൾ നെക്സ്റ്റ് കളറ് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് വിത്ത് ഈ ഒലിവ് ഗ്രീൻ തന്നെയാണ്. ഈ ഗ്രീൻ സെയിം ഗ്രീൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കണമെന്ന് മാത്രം. ഈ ഒരു കളറ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കളർ ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വേറെ 2-3 കളേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഇതാണ് കളറ്. ഇതിൻ്റെ ഒരു വൈൻ ഷെയ്ഡാണ്. വൈൻ അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് വൈൻ എന്നോ പർപ്പിൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ മൈക്രോ ചെക്ക് നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ക്ലിയർ അല്ലെങ്കിൽ കണ്ട മൈക്രോ ചെക്ക്. ഇത് ക്ലാരിറ്റി പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഫോട്ടോയോ വീഡിയോയോ അയച്ചു തരുന്നതായിരിക്കും. സോറി, ഇതിന് നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇവിടെ മുഴുവൻ കിളികളാണ്. ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഒരു മൈക്ക് എനിക്ക് വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ സൗണ്ടൊക്കെ ക്ലാരിറ്റി ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് ദ നോയിസ് ഡിസ്റ്റർബൻസ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കളർ. ഇതിങ്ങനെ ഇരിക്കും കേട്ടോ. അതൊക്കെ നല്ല എടുപ്പാണ്. ഈ പർപ്പിൾ ഷെയ്ഡ് ബ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ ഒരു സെറ്റ് സാരി, ഈ സെറ്റ് കൊണ്ട് ഈ ഒരു പാറ്റേൺ തന്നെ ഭയങ്കര റിച്ചാണ്. ഇത് തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് 2.8 ആണ്. 2.25 മീറ്റർ ഉണ്ട് ഇതിന്. കണ്ടോ, ഇതിൻ്റെ ലെങ്ത് ഇത്രയുണ്ട്. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് അത്യാവശ്യം ഇടാവുന്നതാണ്. ഞാൻ 5'2" ആണ് ഫോർ റെഫറൻസ്. അപ്പോൾ ഇതിൻ്റെ ഈ 2.8 എങ്ങനെയാണ് ഈ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് ഉടുക്കാൻ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം 2.5-നോ 2.6-നോ ഇങ്ങനത്തെ കസവ് വരുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു അങ്ങനെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യണം. അപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് ഇത് ഉടുക്കാനുള്ള കുറച്ച് ടെക്നിക്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം. അങ്ങനെ ഇതാണ് സെക്കൻഡ് കളർ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിനകത്ത് ഇല്ലായിരുന്നു. ഇത് പുതിയ കളർ കോമ്പിനേഷനാണ്. ഇനി അടുത്ത കോമ്പിനേഷൻ ആണെങ്കിൽ ഹൈലൈറ്റ് ഏറ്റവും സ്റ്റണ്ണിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ചെറിയ റെഡാണ്. ഇത് മെറൂൺ അല്ല, ഒരു ഡാർക്ക് റെഡാണ്. അതായത് ഒരു ചെറിയ റെഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായിരിക്കും എൻ്റെ കറക്റ്റ് കളർ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ഒരു ചെറിയ റെഡാണ്, കുറച്ചുകൂടി എടുപ്പുണ്ട് ഇതിന്. ഇത് കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ കളർ പാറ്റേൺ ആണ്, കളർ പാലറ്റ് ആണ്. സോറി, ഇത് കുറച്ചുകൂടി ട്രെൻഡിങ് കളറാണ്. ഈ ഒരു പിങ്ക് എന്ന് പറയുന്നത് ഇതാണ് കുറച്ചുകൂടി ട്രഡീഷണൽ കളർ കോമ്പിനേഷൻ. ഇതിങ്ങനെ വരും. ഇതാണ് മുണ്ട്, കണ്ണീരിത്. ഭയങ്കര രസമാണ് ഇത് കാണാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ കളർ തന്നെ ബ്രൊക്കേഡ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും.
ഇത് ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ. ഇതിൻ്റെ എല്ലാം ഗ്രീനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത്തവണ വന്ന 2 ന്യൂ കളേഴ്സാണ് ഈ ഒരു വൈൻ ഷെയ്ഡും ആ ഒരു ചെറിയ റെഡ് ഷെയ്ഡും. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ കൊണ്ടുവന്ന തന്നെയാണ്. ഇത് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ്. കുറച്ചുകൂടി എന്താണ് എടുത്തു നിൽക്കുന്ന കളർ ആവശ്യമില്ലാത്തവർക്ക് ഇഷ്ടമല്ല, കുറച്ച് ഡാർക്ക് കളർ മതി എന്നുള്ളവർക്ക് പറ്റിയൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക്. എല്ലാത്തിനും അതിൻ്റെതായ എടുപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കസവിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു കസവ് വളരെ നല്ല കസവാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് എന്താണ്, ഇത് സാധാ കസവല്ല, ഒരു ഹാൻഡ്ലൂം ഫിനിഷിംഗ് ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഇത് 2.8 ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പം ഇതിൻ്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ്. അപ്പോൾ ഇതാണ് മെറൂൺ ആൻഡ് ബ്ലാക്ക്. ഇത് ചെറിയ റെഡാണ്, പ്ലം റെഡ് എന്നൊക്കെ പറയാം. പ്ലമ്മിൻ്റെ റെഡാണ്. പ്ലം ആൻഡ് ചെറിയ റെഡ്, ചെറിയല്ല, ചെറിയ ലൈറ്റ് റെഡാണ്. ഇത് പ്ലമ്മിൻ്റെ കളറാണ്, പ്ലം റെഡാണ്, ഡാർക്ക് റെഡ്. ഇത് ഗ്രേപ്പ് വൈൻ ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പിങ്ക് ഷെയ്ഡാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഉടുത്തേക്കുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതിയാവും. ഇതൊക്കെ വളരെ കുറച്ച് പീസസേ ഉള്ളൂ, കാരണം ഇത് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് പീസസേ ഉള്ളൂ. ഡിമാൻഡ് അനുസരിച്ചാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും കിട്ടിയാൽ പിന്നെ എല്ലാം കോമൺ ആയി പോകുമല്ലോ. അപ്പോൾ കുറച്ച് പീസുകൾ കിട്ടുന്നവരുടെ ഇതുപോലെ ഇരിക്കും, ലക്ക് പോലെ ഇരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ഒരു സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.